ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മൾ ടി വിയുടെ ഏരിയ, നമ്മുടെ വീട് പുതിയ വീടാണെങ്കിലും പഴയ വീടാണെങ്കിലും നമ്മൾ ചെയ്യുന്ന സമയത്ത് ടി വിയുടെ ഏരിയ, സ്മാർട്ട് ടി വി വെക്കാനുള്ള ടി വിയുടെ ഏരിയ ഇന്നിപ്പോൾ നല്ല നീറ്റായിട്ടാണ് ചെയ്യുന്നത്. അതെങ്ങനെയൊക്കെ ചെയ്യാമെന്നും അതുപോലെ തന്നെ വയറ് കാര്യങ്ങൾ അതിൻ്റേതായ കേബിളും കാര്യങ്ങളും ഒന്നും കാണാത്ത രീതിയിൽ കൺസീൽ ചെയ്ത് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് എപ്പോഴും ഊരിയെടുക്കാവുന്ന രീതിയിലാണെങ്കിലും എങ്ങനെ ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ആദ്യമേ തന്നെ കൊടുത്തിരിക്കുന്നത് ഈ രണ്ട് സ്ഥലങ്ങളിലാണ് നമ്മൾ രണ്ട് പ്ലഗുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് രണ്ട് മോഡികളുടെയും 8 മോഡികളുടെയും 2 ബോക്സുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് താഴെയും ഒന്ന് മുകളിലുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിനായിട്ട് കൺട്രോളിംഗ് കൊടുത്തിരിക്കുന്നത് ആ രണ്ട് പ്ലഗുകളുടെയും കൺട്രോളിംഗ് നമ്മൾ സൈഡിലേക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നമ്മൾ സാധാരണ DP സ്വിച്ചാണ് ഇവിടെ കൊടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ അളവുകളൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഈ ബോക്സ് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും 50 സെൻറ്റിമീറ്ററിന് താഴേക്കാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ആ ബോക്സിൻ്റെ മുകൾ വശം നമ്മൾ 50 സെൻറ്റിമീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് താഴേക്ക് സെറ്റ് ചെയ്തിരിക്കുന്നു. അതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ടേബിൾ വരുന്നുണ്ട്. ഈ ടേബിൾ 50 സെൻറ്റിമീറ്ററും ഏകദേശം ഹൈ ലെവലിലായിട്ടാണ് വരുന്നത്. 50 സെൻറ്റിമീറ്ററും 55 സെൻറ്റിമീറ്ററിൻ്റെ ഇടയിലാണ് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന നമ്മുടെ ഈ പറയുന്ന പൈപ്പുകൾ, എല്ലാ പൈപ്പുകളും ആ ടേബിളിൻ്റെ ഉള്ളിലാണ് വരേണ്ടത്. ടേബിളിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പൈപ്പുകളൊന്നും കാണാത്ത രീതിയിൽ, അതിൻ്റെ പ്ലഗുകളൊന്നും കാണാത്ത രീതിയിൽ, എന്നാൽ നമുക്ക് അതിൽ നിന്നും പ്ലഗുകളെല്ലാം തന്നെ ഡിവൈസുകളെല്ലാം കുത്തിയെടുക്കാവുന്ന രീതിയിൽ, ഈ പറയുന്ന ഡിവൈസുകളെല്ലാം കുത്തിയെടുക്കാവുന്ന രീതിയിൽ നമ്മൾ ആ ടേബിളിൻ്റെ ഉള്ളിൽ വരാവുന്ന രീതിയിൽ വേണം നമ്മൾ ഈ പറയുന്ന ബോക്സ് കൊടുക്കാനായിട്ട്. അത് 50 സെൻറ്റിമീറ്റർ താഴേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ഫിനിഷിങ് വരുന്ന സമയത്ത് കറക്റ്റ് ലെവലിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന പ്ലഗാണ്. ഇത് നമ്മുടെ ടി വിയുടെ ബാക്ക് സൈഡ് വരുന്നത്. അതായത് LED TV ആണെങ്കിൽ സ്മാർട്ട് TV ആണെങ്കിലും ടി വിയുടെ ബാക്ക് സൈഡ് വരാവുന്ന രീതി 120 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ TV വരുന്ന സമയത്ത് നമ്മുടെ ടി വിയുടെ പ്ലഗ് മാത്രം നമുക്ക് ഇതിൽ സെപ്പറേറ്റ് നമുക്ക് കുത്തി കൊടുക്കാൻ സാധിക്കും. അപ്പോൾ 2 മോഡികളുടെയാണ് വെച്ചിരിക്കുന്നത്. 2 മോഡികളുടെ പ്ലഗ് മാത്രമാണ് ഉണ്ടാകുന്നത്. ഈ പ്ലഗും താഴത്തും പ്ലഗുകൾ മാത്രമാണ് ഉണ്ടാകുന്നത്. അതിൻ്റെ കൺട്രോളിങ് ഞാൻ എവിടെയാണെന്ന് പറയാം നിങ്ങളുടെ അടുത്ത്. അടുത്ത സെക്ഷൻ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻറ്റന പൈപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഒന്നല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഡിഷിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒപ്റ്റിക് ഫൈബർ വലിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം, വൈഫൈയുടെ കണക്ഷൻസ്, ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ 1 ഇഞ്ച് പൈപ്പ് കൊടുത്തിരിക്കുന്നത്. ഇതും ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ടേബിളിൻ്റെ ഉള്ളിൽ വരാവുന്ന രീതിയിൽ വേണം നമ്മൾക്ക് കൊടുക്കാനായിട്ട്. അത് നമ്മൾ കൊടുത്തിരിക്കുന്നത് 1 ഇഞ്ച് പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. അത് 25 mm പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. 25 mm പൈപ്പ് നേരെ മുകളിലേക്ക് കൊണ്ടുപോയതിന് ശേഷം ഇവിടെ നമ്മൾ സീലിംഗ് ചെയ്യുന്നുണ്ട്. അതായത് സീലിംഗ് ചെയ്യുന്ന സമയത്ത് ആയതുകൊണ്ട് നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് പൊക്കിയിട്ടിട്ട് നേരെ സീലിംഗ് ചെയ്യുന്ന സമയത്ത് നേരെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ആ സീലിങ്ങിന് വേറൊരു പൈപ്പ് കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു 1 ഇഞ്ച് പൈപ്പ് നേരെ പുറത്തേക്ക് തുളച്ചിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. അവിടെയാണ് ഔട്ട് സൈഡ് വരുന്നത്. ഈ ഔട്ട് സൈഡിലേക്ക് നമ്മൾ സീലിംഗ് വഴി കണക്ട് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഈ ലെവലിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. സീലിംഗ് വഴി നമുക്ക് നമ്മുടെ ആൻറ്റന പൈപ്പ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആ ലെവലിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിന് നമ്മൾ 1 ഇഞ്ച് പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലൂടെ നമുക്ക് ഒപ്റ്റിക് ഫൈബർ വലിച്ചു കൊണ്ടുവരാം. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഡിഷിൻ്റെ കേബിളും കൊണ്ടുവരാം. ഒരു 2 കേബിൾ വളരെ സിമ്പിളായിട്ട് RJ6 ആണെങ്കിലും OFC ആണെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് ഇതിലൂടെ നമുക്ക് വലിച്ചെടുക്കാൻ സാധിക്കും. ഇനി വരുന്നതാണ് നമുക്ക് ഈ പറയുന്ന 2 ഇഞ്ച് പൈപ്പ്. ഇത് നമ്മൾ കൊടുക്കുന്നത് സാധാരണ നിങ്ങൾ കാണുന്ന പോലെ തന്നെ 2 ഇഞ്ച് പൈപ്പ് കൊടുത്തതിന് ശേഷം 2 ഇഞ്ച് ഷോർട്ട് ബെൻഡുകളാണ് കൊടുത്തിരിക്കുന്നത്. താഴെയും മുകളിലുമായിട്ട് 2 ഇഞ്ചിൻ്റെ തന്നെ ഷോർട്ട് ബെൻഡുകൾ കൊടുത്ത് എന്നിട്ട് ഭിത്തിയിൽ കൺസീൽ ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതും നമ്മൾ പറഞ്ഞ പോലെ തന്നെ നേരെ നമ്മുടെ ടേബിളിൻ്റെ ഉള്ളിലാണ് വരേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഒരേ സെയിം ലെവലിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ 2 ഇഞ്ച് പൈപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതിൻ്റെ ബെൻഡും കാണാൻ സാധിക്കും. നമ്മൾ ഈ പറയുന്ന രീതിയിൽ HDMI കേബിൾ ആണെങ്കിലും ഇനി മുകളിലേക്ക് വരുന്ന AV കേബിൾ ആണെങ്കിലും നമ്മുടെ താഴെയുള്ള റിസീവറുകളിൽ നിന്ന് നേരെ നമ്മുടെ ടി വിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന പൈപ്പാണ് ഈ കാണുന്നത്. ഇതിലൂടെ നമുക്ക് വേണമെങ്കിൽ പ്ലഗുകൾ ഇനി വേണമെങ്കിൽ ടി വിയുടെ കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നേരെ മുകളിൽ നിന്ന് താഴേക്ക് ആ പ്ലഗ് സോക്കറ്റിൻ്റെ ആ വയർ വേണമെങ്കിൽ നമുക്ക് താഴേക്ക് ഇടാനുള്ള ഓപ്ഷൻ കൂടിയായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. HDMI കേബിൾ സിമ്പിളായിട്ട് കൊണ്ടുവരാം, AV കേബിൾ കൊണ്ടുവരാം, അതിന് ഓഡിയോയുടെ ഈ ആർക്ക് സെറ്റപ്പ് വരുന്ന കേബിളുകൾ കൊണ്ടുവരാം. എല്ലാ കേബിളുകളും, അതായത് മുകളിലേക്ക് പോകുന്ന എല്ലാ കേബിളും, പിന്നെ നമ്മൾ ഹോം തിയേറ്റർ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹോം തിയേറ്ററിൻ്റെ വരുന്ന കേബിളുകൾ ഉണ്ടാവും. അതായത് സെൻട്രൽ ലൈറ്റും അതുപോലെ തന്നെ റൈറ്റും ലെഫ്റ്റും പിന്നെ സെൻറ്ററും വരുന്ന സ്പീക്കറുകളുടെയും അതുപോലെ തന്നെ നേരെ നമ്മുടെ താഴേക്ക് വരുന്ന കേബിളുകളെല്ലാം തന്നെ നമുക്ക് ഈ പറയുന്ന 2 ഇഞ്ച് പൈപ്പിൻ്റെ കൂടെ ഉള്ളിലൂടെ ഇട്ടതിന് ശേഷം നമുക്കിവിടെ താഴേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വയറുകളൊന്നും കാണാത്ത രീതിയിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഭിത്തിയിലുള്ളിൽ കൺസീൽ ചെയ്ത് വരുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തേക്കുന്ന സമയത്ത് ഇത് ഫുള്ളായിട്ട് തേച്ച് ഫിനിഷ് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്ന കണ്ടോ, നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇത്രയും ഭാഗമാണ് തേച്ച് കളയുന്നത്. ബാക്കി വരുന്ന പൈപ്പുകളെല്ലാം നമ്മൾ ഈ ഭിത്തിയോട് ചേരെ നമ്മൾ കട്ട് ചെയ്യും. അപ്പോൾ ഈ പറയുന്ന ബെൻഡും കാര്യങ്ങളെല്ലാം ഭിത്തിയോട് ചേരെ കട്ട് ചെയ്യുമ്പോൾ ഒറ്റ ഹോള് മാത്രം
മാത്രമാണ് നമുക്കവിടെ ഫീൽ ചെയ്യുള്ളൂ. ഒരു ഹോള് താഴെയും ഒരു ഹോള് മുകളിലുമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. വയറുകളെല്ലാം നമുക്ക് മുകളിൽ നിന്ന് താഴേക്ക് കൺസീൽഡ് ചെയ്യുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാം. ഒരു എക്സ്ട്രാ സ്റ്റാൻഡ് വെക്കാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് സ്റ്റാൻഡുള്ള പോലെ റെഡിയായിട്ട് വയറുകളൊന്നും ഞാണ്ട് കിടക്കാതെ സീരിയസ് ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന രീതിയിൽ സെറ്റ് ചെയ്യുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊരു ടേബിൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ടേബിളിൻ്റെ ഉള്ളിൽ വേണം ഇതെല്ലാം നിൽക്കാനായിട്ട്. എന്നാൽ മാത്രമേ കാര്യമുള്ളൂ. കാരണം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഭിത്തി കൺസീൽ ചെയ്ത് ചെയ്യുന്ന സമയത്ത് ടേബിളിൻ്റെ പുറത്താണ് പോകുന്നതെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ് ചെയ്യുന്നതിന് യാതൊരു ഉപയോഗവുമില്ല. അപ്പോൾ ടേബിൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ പൈപ്പുകൾ താഴെ വരുന്ന സെക്ഷൻ കണ്ടോ, ആദ്യത്തെ താഴെ വരുന്ന ബോക്സും അതുപോലെ തന്നെ ആ ബെൻഡും വരുന്ന ഏരിയകളിൽ മൂടി പോകാവുന്ന രീതിയിൽ അതെല്ലാം നമ്മുടെ ടേബിളിൻ്റെ ഉള്ളിൽ കിട്ടാവുന്ന രീതിയിൽ വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ ടേബിളിൻ്റെ അകത്താണ് നമ്മുടെ മെയിനായിട്ട് വരുന്നത്. ഇനി നമ്മൾ ഈ പറഞ്ഞു ഇതിൻ്റെ മെയിൻ കൺട്രോളിങ് വരുന്ന ഈ സ്വിച്ച് ബോർഡാണ് സൈഡിലേക്ക് മാറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ടി വിയുടെ ബാക്കിലോ അല്ലെങ്കിൽ താഴെ പോയി ടി വി ഓൺ ചെയ്യുന്നതിനും അതിലല്ലെങ്കിൽ സെറ്റ് ടോപ്പ് ബോക്സ് കാര്യങ്ങളൊക്കെ ഓൺ ചെയ്യുന്നതിനും വൈഫൈ ഓൺ ചെയ്യുന്നതിനും വളരെ തടസ്സമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് നമ്മളൊരു സ്വിച്ച് ബോർഡ് മാറ്റി കൊടുത്ത് അവിടെ നമുക്കൊരു DP സ്വിച്ചാണ് സാധാരണ കൊടുക്കുന്നത്. DP സ്വിച്ച് നമ്മൾ കൊടുക്കുന്നത് മെയിനായിട്ട് നമുക്ക് ഈ പറഞ്ഞ താഴത്തെ 4 പ്ലഗും മുകളിലുള്ള ടി വിയുടെ ബാക്കിലുള്ളൊരു പ്ലഗും കൂടി അങ്ങനെ 5 പ്ലഗും കൂടി ഒന്നിച്ചാണ് കൊടുക്കുന്നത്. ഇനി സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനി വൈഫൈക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ സാധിക്കും. DP സ്വിച്ച് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം ന്യൂട്രും ഫേസുമാണ് കട്ടാവുന്നത്. അത് ഏറ്റവും നല്ല ഉപകാരപ്പെട്ട രീതിയാണ്. കാരണം നമ്മൾ വീട്ടിലില്ലാത്ത സമയത്ത് നമ്മുടെ ടി വി കാര്യങ്ങളെല്ലാം നമ്മൾ ഓൺ ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ പ്ലഗ് ചെയ്തിട്ടിട്ടായിരിക്കും പോകുന്നത്, പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇടിവെട്ട് കാര്യങ്ങളൊക്കെ ഇടിവെട്ടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് പ്ലഗ് അതായത് സ്വിച്ച് ഓഫ് ആണെങ്കിൽ നമ്മൾ സാധാ ഫേസ് ഒറ്റ സിംഗിൾ സ്വിച്ചിലാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഫേസ് ഓഫ് ചെയ്താൽ ന്യൂട്രൽ വഴി നമ്മുടെ ഈ പറയുന്ന ടി വി അതുപോലെ തന്നെ എല്ലാ ഡിവൈസുകളും ലിങ്ക്ഡ് ആയിരിക്കും. അപ്പോൾ ന്യൂട്രൽ വഴിയായിരിക്കും സാധാരണ മിക്ക ഉപകരണങ്ങൾക്കും അതുപോലെ തന്നെ എർത്ത് കാര്യങ്ങൾ അതായത് ഇടിമിന്നൽ കാര്യങ്ങൾ ഏൽക്കാനുള്ള ചാൻസസ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലില്ലെങ്കിൽ കൂടി നമ്മൾ ഓഫ് ചെയ്തിട്ട് പോണെങ്കിൽ കൂടിയും കൂടുതൽ ഷോക്കും അതുപോലെ തന്നെ ഇടിമിന്നലും കാര്യങ്ങൾ ഏൽക്കുന്നതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ DP സ്വിച്ച് കൊടുക്കുകയാണെങ്കിൽ അതായത് ന്യൂട്രും ഫേസും കട്ടാവുന്ന രീതിയിൽ നമ്മൾ സാധാരണ മോട്ടറിനൊക്കെ കൊടുക്കുന്ന രീതിയിലുള്ള സ്വിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ന്യൂട്രും കട്ടാണ് ഫേസും കട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ഇടിമിന്നലോ കാര്യങ്ങൾ വന്നാൽ തന്നെ ലൈനിൽ നിന്ന് വരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും നമ്മുടെ ടി വിനെ ബാധിക്കില്ല. ആ ടി വി സ്മാർട്ട് ടി വി അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന പ്ലഗുമായിട്ട് ബന്ധപ്പെട്ട ഒന്നിനും തന്നെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് വളരെ സേഫ്റ്റി ആയിട്ട് നമുക്ക് വിശ്വസിച്ച് പുറത്തേക്ക് പോകുന്നതിനെ വിശ്വസിച്ച് നമ്മൾ ഇടിവെട്ടുള്ള സമയത്ത് ഊരിയിട്ടില്ലെങ്കിൽ കൂടി അതായത് പ്ലഗുകളൊന്നും ഊരിയിട്ടില്ലെങ്കിൽ കൂടി നമുക്ക് ഹൈ സേഫ്റ്റി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതുമാത്രമല്ല നമുക്ക് എർത്തിലൂടെ ഇനി അടുത്തൊരു ചോദ്യം ഉണ്ടാവുക, എർത്തിലൂടെ കിട്ടില്ല എന്ന്. എർത്തിലൂടെ കിട്ടുക എന്ന് പറയുന്നത് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം നമുക്ക് പിടിച്ച് നിർത്താൻ പറ്റുന്നതിനേക്കാൾ അപ്പുറമാണ് നമ്മുടെ ഇടിമിന്നൽ കാര്യങ്ങൾ. എർത്തിലൂടെ കിട്ടില്ല എന്ന് ചോദിച്ചാൽ കിട്ടാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ എർത്തിലൂടെ നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ അത് റെയർ കേസാണ് വരുന്നത്. ഒരു 90% ഒരു 1% അല്ലെങ്കിൽ ഒരു 2% അല്ലെങ്കിൽ 5% മാത്രമേ എർത്തിലൂടെ കിട്ടാനുള്ള ചാൻസസ് കൂടുതലുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഈ പറയുന്ന സ്വിച്ച് ബോർഡും കാര്യങ്ങളെല്ലാം കൊടുക്കുന്ന സമയത്ത് ഹൈറ്റ് ഞാൻ പറഞ്ഞു താഴത്ത് നമ്മൾ 50 സെൻറ്റിമീറ്റർ താഴെയാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ സ്വിച്ച് ബോർഡ് ബാക്കിലെ ടി വിയുടെ ബാക്കിൽ വരുന്ന സ്വിച്ച് ബോർഡ് 120 സെൻറ്റിമീറ്ററിലാണ് കൊടുക്കേണ്ടത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഒരു LED ടി വിയുടെ ഏരിയ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നും അത് നീറ്റായിട്ട് കേബിൾ കാര്യങ്ങളെല്ലാം ഞാണ്ട് കിടക്കാതെ എങ്ങനെ കൺസീൽ ചെയ്ത് അകത്തേക്കൂടെ പോകാമെന്നും അതിൻ്റെ മെഷർമെൻറ്റും അതുപോലെ തന്നെ എന്തിനൊക്കെ പൈപ്പുകളാണ് ഉപയോഗിക്കുന്നതെന്നും എങ്ങനെ നമുക്ക് കൊടുക്കാമെന്നും ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാൻ മറന്നുപോയി. വേറെ ഒന്നുമില്ല, നമ്മൾ LED ടി വി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന ബെൻഡും സൈഡിലെ അതായത് LED ടി വിയുടെ ബാക്കിൽ കൊടുക്കുന്ന നമ്മുടെ പ്ലഗ് സോക്കറ്റും ഉണ്ട്. ഈ പ്ലഗ് സോക്കറ്റ് കൊടുക്കുന്ന സമയത്ത് ഒരു സൈഡിലേക്ക് മാറ്റി വേണം കൊടുക്കാനായിട്ട്. കാരണം LED ടി വിയുടെ സ്റ്റാൻഡ് നമ്മൾ ഡയറക്റ്റ് ഭിത്തിയിൽ കൊടുക്കുകയാണെങ്കിൽ സെൻറ്റർ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ആ കൊടുക്കുന്ന സമയത്ത് ആ ഏരിയയിലാണ് നമ്മുടെ പൈപ്പുകൾ കാര്യങ്ങളൊക്കെ വന്നിരുന്നെങ്കിൽ അതായത് നമ്മുടെ ആൻറ്റിന പൈപ്പും അതുപോലെ തന്നെ വൈഫൈയുടെ കണക്ഷൻസിൻ്റെ പൈപ്പുകളെല്ലാം കൂടി ആ ഏരിയയിലാണ് വരുന്നതെങ്കിൽ നമ്മൾ കൺസീൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇത് അറിയില്ല. നേരെ നമ്മൾ ടി വിയുടെ സ്റ്റാൻഡ് ഡ്രില്ല് ചെയ്ത് ഈ പറയുന്ന പൈപ്പുകളിലായിരിക്കും കൊടുക്കാൻ സാധിക്കുക. അപ്പോൾ പിന്നീട് നമുക്കത് എല്ലാ പൈപ്പുകളും പൊട്ടിപ്പോവും, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ടി വി വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഏരിയയിൽ നിന്നും സെൻറ്ററിൽ നിന്നും ടി വിയുടെ സ്റ്റാൻഡ് വരുന്ന സെൻറ്ററിൽ നിന്നും സൈഡിലേക്ക് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് കൂടുതൽ റൈറ്റ് സൈഡിലേക്ക് മാറ്റിയിടുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ഇതൊന്ന് ശ്രദ്ധിച്ചാൽ വളരെ നല്ലൊരു നീറ്റായിട്ട് നമുക്ക് ടി വിയുടെ ഏരിയ വളരെ ക്ലിയർ ചെയ്ത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും ഇത് ഉപയോഗപ്പെടുന്ന ആളുകളിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.